ഹലോ, എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളങ്ങനെ ബംഗാൾ യാത്രകളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ പിന്നെയും നമ്മുടെ ഒരു പുതിയ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. പുതിയ യാത്രയിൽ പുതിയൊരാളും കൂടെ വന്നിരിക്കുകയാണ്. പുതിയതെന്ന് ഞാൻ പറയുള്ളൂ സാറേ, പുതിയതാണോ? പുതിയതെന്ന് ഞാൻ പറയുള്ളൂ. ഒരു പരിചയമില്ലാത്ത പോലെ സംസാരിക്കുന്നു. ഒരു വർഷത്തിന് ശേഷം, ഒരു വർഷം കഴിഞ്ഞു, 1.2 ആയെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വർഷവും 2 മാസം കൂടെ കഴിഞ്ഞിരിക്കുന്നു ആകും. അപ്പോൾ പുതിയ ആളെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ സാറ് തിരിച്ചു വന്നിരിക്കുകയാണ്. പുതിയതായിട്ട് വന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ പുതിയ ആളായിരിക്കും ഞാൻ. അങ്ങനെയും വരാം. നമ്മുടെ കൂടെ ഞാൻ സ്ഥിരമായിട്ട് ഇല്ലാതിരുന്ന സമയത്തൊക്കെ പുതിയതായിട്ട് നമ്മുടെ പ്രേക്ഷകരായിട്ട് വന്ന ആൾക്കാർ കുറച്ച് ആൾക്കാർ വന്നിട്ടാണ്. അവർക്ക് ചിലപ്പോൾ പുതിയതായിരിക്കും. എന്നാലും പഴയ ആൾക്കാർ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സാർ എവിടെ? സാറ് മുങ്ങി, ജോജിയായിട്ട് അടിഞ്ഞ് പിരിഞ്ച് മുങ്ങി. പക്ഷേ ഇപ്പൊ പൊങ്ങി. അപ്പോൾ എന്തായാലും സാറിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്, നമ്മൾ കുറച്ച് ദൂരത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ സ്ഥിരം വരുന്ന നമ്മുടെ സ്വന്തം നാടായ, ഇപ്പം നമ്മുടെ സ്വന്തം നാടായിരിക്കുകയാണ് തമിഴ്നാടിന്റെ തോഴനായ ഞാനും സാറും. റേഷൻ കാർഡ് ഉണ്ടെന്ന് തോന്നുന്നു. റേഷൻ കാർഡ് പറഞ്ഞ ഇവിടെ സെറ്റാക്കണം. ദീപിന്റെ ഒരു റേഷൻ കാർഡ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഒരു വിചിത്രമായ ഒരു ഗ്രാമത്തിലേക്കാണ്. അതെങ്ങനെ കണ്ടുപിടിച്ചു? അത് വളരെ വിചിത്രമായിട്ട് തന്നെ കണ്ടുപിടിച്ചു. ഈ ഒരു ഗ്രാമത്തിന്റെ പേരിൽ തന്നെ ഒരു വിചിത്രതയുണ്ട്. അതെന്താണ്? അത് ഞാൻ വഴി പറയാം. പിന്നെ മാത്രമല്ല, ഈ ഒരു ഗ്രാമവും വിചിത്രമാണ്. അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. മൊത്തത്തിൽ വിചിത്രമായ ഒരു ഗ്രാമം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ മധുരയ്ക്കടുത്താണ്. മധുരയിൽ നിന്നൊരു 15 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാമത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതെ, ഈ ഒരു വിചിത്രമായ ഗ്രാമത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ. വെൽക്കം ടു ബിബ്രോ സ്റ്റോറീസ്. അങ്ങനെ നമ്മൾ നിങ്ങൾക്ക് ഒരുപക്ഷെ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാവുന്നതോ അല്ലെങ്കിൽ വളരെ വിചിത്രമായിട്ടുള്ളതോ ആയ ആൻഡമാൻ എന്ന ഗ്രാമത്തിൻ്റെ പ്രധാന കവാടത്തിനരികിലാണ് ഇപ്പോഴുള്ളത്. നമ്മുടെ പുറയിൽ ഒരു വലിയൊരു ചത്തുരമാണുള്ളത്. ഈ ചത്തുരത്തിന് ചുറ്റുമാണ് ഗ്രാമം വളർന്ന് വികസിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചത്തുരത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ നടുക്കൊരു ചെറിയ കോവിലുണ്ട്. മാത്രമല്ല, ഈ ചത്തുരത്തിനോട് ചേർന്ന് തന്നെ നമുക്കൊരു വലിയ ആൽമരം കാണാൻ സാധിക്കും. അതുകൂടാതെ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഒരു ആര്യവേപ്പ് മരത്തിൻ്റെ ചുവട്ടിലാണ്. അപ്പോൾ നമ്മൾ ഈ മനോഹരമായ ഗ്രാമത്തിലെ ഈ ചത്തുരത്തിലിരിക്കുമ്പോൾ നമുക്ക് ചുറ്റും മനോഹരമായ മലനിരകളൊക്കെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ ഗ്രാമത്തിൻ്റെ ഒത്ത നടുവിലൂടെ ഒരു ടാറിട്ട റോഡ് പോകുന്നുണ്ട്. ആ റോഡിലൂടെയാണ് ഈ ഗ്രാമത്തിലേക്കുള്ള ബസ് സർവീസുകൾ പോകുന്നത്. അതുമാത്രമല്ല, ഈ റോഡിന് അങ്ങേപ്പുറത്ത് ഒരു വലിയ ജലാശയം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ ഗ്രാമത്തിന് ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്നത് കൃഷിയിടങ്ങളാണ്. അത് ഈ ഗ്രാമവാസികളുടെ കൃഷിയിടങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ പ്രധാനമായിട്ടും അവർ കൃഷി ചെയ്യുന്നത് നെല്ലാണ്. അപ്പോൾ ഈ നെൽകൃഷിയാണ് ഈ ഗ്രാമത്തിൻ്റെ സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ആൻഡമാൻ എന്ന ഗ്രാമത്തിൻ്റെ ഭൂമിശാസ്ത്രമായിട്ടുള്ള ഒരു അറിവുകൾ. ഇനി നമുക്ക് ഈ ആൻഡമാൻ ഗ്രാമത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിചിത്ര ഗ്രാമമായി മാറിയതെന്ന് നമുക്ക് നോക്കാം. അതിന് പ്രധാന കാരണം ഈ ഗ്രാമത്തിലുള്ള മുത്താലമ്മൻ കോവിൽ തന്നെയാണ്. നമ്മൾ ഈ ചത്തുരത്തിൻ്റെ ഒത്ത നടുവിലായിട്ട് ഈ മുത്താലമ്മൻ കോവിൽ കാണാൻ കഴിയും. ഇത് മുന്നേ പഴക്കം ചെന്നൊരു കോവിൽ തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് ഗ്രാമവാസികൾ അത് പുനരുദ്ധാരണമൊക്കെ നടത്തി വളരെ ഭംഗിയുള്ളൊരു കോവിലാക്കി രൂപപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കോവിലിനെ ചുറ്റിപ്പറ്റിയാണ് ഈ വിചിത്രമായ ഒരു ആചാരം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വിചിത്രമായ ആചാരം നിലകൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നിലവിൽ നമ്മൾ വരുന്ന ആൾക്കാർ മുതൽ, അതായത് പുറത്തുനിന്ന് ഒരാൾ വന്നാൽ പോലും ഗ്രാമത്തിലുള്ള ആൾക്കാരോട് പ്രത്യേകം പറയും, നമ്മൾ ഈ ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നിങ്ങളൊരു ഭാഗത്ത് ചെരുപ്പ് ഇട്ടതിന് ശേഷം അകത്തേക്ക് കയറുക എന്നാണ് നമ്മളോടും പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഗ്രാമത്തിൻ്റെ പ്രത്യേകത പ്രധാനമായിട്ടും ഇതുതന്നെയാണ്, ചെരുപ്പിടാത്തൊരു ഗ്രാമം. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്, നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സ്ഥലമുണ്ടല്ലോ, ഈ ഒരു ആര്യവേപ്പ് ഉള്ള സ്ഥലം, മാത്രമല്ല ഇതിനോട് ചേർന്ന് എന്നെ മുന്നേ സൂചിപ്പിച്ചിരുന്നു ഒരു ആൽമരം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിന് ശേഷമാണ് നമുക്ക് ചെരുപ്പിടാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ വരുമ്പോഴത്തേന് ആൾക്കാർ, അല്ലെങ്കിൽ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ, അവർ ചെരുപ്പ് കയ്യിലെടുത്തിട്ട് ഇവിടെ നിന്ന് അങ്ങ് നടന്നു പോവുകയാണ്. അവരുടെ ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് നടന്നു പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മളോടും പറഞ്ഞു, സാറേ നിങ്ങൾ ചെരുപ്പ് അവിടെ ഇടുക, ശേഷം നിങ്ങൾ അങ്ങോട്ട് നടന്നു പോകാനാണ് പറഞ്ഞത്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ പോലും ഈ ഒരു ആചാരം അനുഷ്ഠിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ പറയുന്നത്. മാത്രമല്ല, നമ്മൾ ആദ്യം ഇവിടെ കാറുകൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ ഗ്രാമവാസികളൊക്കെ വന്ന് ചോദിക്കുകയും ചെയ്തു,
നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, വീഡിയോ എടുക്കുന്നതൊക്കെ ചോദിച്ചിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു കേട്ടോ, ഇങ്ങനെ ഞങ്ങൾ കേരളത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു ഗ്രാമത്തെക്കുറിച്ച് അറിഞ്ഞപ്പം ഈ ഒരു വിചിത്രമായ ഒരു ആചാരം നിലകൊള്ളുന്ന ഒരു ഗ്രാമം വളരെ കുറച്ചേ ഉള്ളൂ. തമിഴ്നാട്ടിൽ തന്നെ 2 ഗ്രാമങ്ങളുണ്ട് നമ്മളുടെ അറിവിൽ ഒരു 2 ഗ്രാമങ്ങളാണ്. ഒന്ന് കൊടൈക്കനാലിലുള്ള വെള്ളഗവി, അതെ, പിന്നെ ഈ ആൻഡമാൻ ഗ്രാമമാണ്. മധുര പട്ടണത്തിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഗ്രാമം ഉള്ളത്. അതെ, ഈ ആൻഡമാൻ എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും ഇപ്പൊ ചിന്തിക്കും നമ്മുടെ നിക്കോബാർ ഐലൻഡ് ദ്വീപായിരിക്കും എന്ന് വിചാരിക്കും. ശരിക്കും ഞാൻ ഈ ഒരു ഗ്രാമത്തെ കുറിച്ച് അറിഞ്ഞപ്പം, ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ആൻഡമാൻ എന്ന് പറയുന്നത് ആദ്യമേ വിചാരിച്ച് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലുള്ള ഏതെങ്കിലും ഒരു ഐലൻഡ് ആയിരിക്കും. നീയും അങ്ങനെ പറഞ്ഞപ്പോഴേ ഞാൻ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് ആൻഡമാൻ, അപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള വിഷ്വൽസ് മറ്റൊക്കെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലാണ്. പിന്നെയാണ് നീ പറഞ്ഞ ആൻഡമാൻ വില്ലേജ് മധുരയെന്ന് അടിക്കാൻ. ഗൂഗിളിൽ എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗ്രാമത്തെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതിന് പേര് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പറയുന്നത് പണ്ട് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതായത് അടിമകളൊക്കെ ആയിട്ടായിരുന്നല്ലോ പണ്ടൊക്കെ ബ്രിട്ടീഷുകാർ നമ്മളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് പണിഷ്മെൻ്റായിട്ട് എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പണിഷ്മെൻ്റായിട്ട് ഇവരെ കൊണ്ടുപോയിട്ട് ആൻഡമാൻ ദ്വീപിലേക്ക് കൊണ്ട് അവിടെ ജോലിക്കാക്കി ആക്കുമായിരുന്നു. അതായത് ഇവിടെ നിന്ന് നാട് കടത്തുമായിരുന്നു. അങ്ങനെയാണ് ആൻഡമാൻ എന്ന പേര് കിട്ടിയതെന്ന് കുറച്ച് ആൾക്കാർ പറയപ്പെടുന്നു. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഗ്രാമം ഒരു 40-50 വർഷമൊക്കെ മുന്നേ ഒറ്റപ്പെട്ട ഒരു ഗ്രാമമായിരുന്നു. പട്ടിക്കാട് അല്ലെങ്കിൽ ഒരു കുക്ക് ഗ്രാമം, അങ്ങനെ ഒരു കുക്ക് ഗ്രാമമായിരുന്നു, അല്ലെങ്കിൽ സാർ പറഞ്ഞാൽ പട്ടിക്കാടായിരുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു ഗ്രാമത്തെക്കുറിച്ച് ഈ ഇതിന് ചുറ്റപ്പെട്ട മറ്റ് പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പറയും തമാശ രൂപത്തിൽ അവൻ ആൻഡമാനിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ ഒരു വായ്മൊഴിയും ഇവിടെ പറയപ്പെടുന്നുണ്ട്. ഇതൊന്നും രേഖകളാൽ എഴുതിയിട്ടൊന്നുമില്ല. ഇതൊക്കെ ഇവിടുത്തെ തദ്ദേശികളായ ആൾക്കാരിൽ നിന്ന് കിട്ടിയ അറിവാണ്. അപ്പോൾ അവർ പറയുന്നത് കേട്ടിട്ടുള്ള അറിവാണ്, നമുക്കറിയില്ല. എന്തായാലും പൊതുവേ ഈ ഒരു ഗ്രാമം അറിയപ്പെടുന്നത് ആൻഡമാൻ എന്ന് തന്നെയാണ്. അതിനകത്ത് മാറ്റമൊന്നുമില്ല. ആൻഡമാൻ ചെരിപ്പിടാത്ത ഗ്രാമം അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനിയാണ് അടുത്ത പ്രധാന കാര്യം നമ്മൾ പറയാനുള്ളത്. പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഇവിടുത്തെ തദ്ദേശികളായ ആൾക്കാർ, അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് ചെരുപ്പിടാതെ ഈ ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, അല്ലെങ്കിൽ ഒരു കോവിലുണ്ട്. ആ കോവിലിനെ ചുറ്റിപ്പറ്റിയാണല്ലോ ഈ ഒരു ആചാരം നിലകൊള്ളുന്നത്. ബിപിൻ ഈ ഗ്രാമത്തിലൊരു കോവിലിനെ കുറിച്ച് പറഞ്ഞല്ലോ, മുത്താലമ്മൻ കോവിൽ. ഈ മുത്താലമ്മനാണ് ഈ ഗ്രാമത്തിലെ പ്രധാനമായിട്ടുള്ള ഒരു ഡയറ്റി. ഈ മുത്താലമ്മൻ കോവിലിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ഗ്രാമം വളർന്ന് വികസിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞു വന്നതുപോലെ ഈ ഗ്രാമത്തിൽ ഈ വിചിത്രമായൊരു ആചാരം നിലകൊള്ളുന്നതും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗ്രാമവാസികൾ ഈ ഗ്രാമത്തിൻ്റെ പ്രധാന കവാടത്തിൽ എത്തിച്ചേരുമ്പോൾ ചെരുപ്പ് കയ്യിൽ ഊരിപ്പിടിച്ച് നടന്നു പോകുന്നത് എന്ന് നോക്കിയാൽ, ഈ ഗ്രാമത്തിൻ്റെ ദേവതയായ മുത്താലമ്മയെ പ്രീതിപ്പെടുത്താനും മുത്താലമ്മയുടെ കോപത്തിന് പാത്രീഭവിക്കാതിരിക്കാനും, അതുമാത്രമല്ല ഗ്രാമത്തിൻ്റെ സമ്പൂർണ്ണ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ആചാരം നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഇനി നമുക്ക് ഈ ഗ്രാമത്തിലെ ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇവിടുത്തെ ഒരു ഏറ്റവും അവസാനത്തെ ഒരു ജനസംഖ്യ കണക്ക് പ്രകാരം ഏകദേശം ഒരു 550ഓളം ആൾക്കാർ ഈ ഗ്രാമത്തിൽ വസിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെ ഏകദേശം ഒരു 130ഓളം വീടുകളുണ്ടെന്നാണ്. കൂടാതെ ഈ ഗ്രാമത്തിൻ്റെ സാക്ഷരതാ നിരക്ക് 79%. അപ്പോൾ പൊതുവേ തമിഴ്നാട്ടിലെ സാക്ഷരതാ നിരക്കൊക്കെ ഇപ്പോൾ കുറച്ച് കൂടി വരുന്നുണ്ട്. താമസിയാതെ നമ്മുടെ കേരളത്തിൻ്റെ അടുത്ത് തന്നെ എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ നമ്മൾ പല കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിലും തമിഴ്നാടിൻ്റെ സമ്പദ്ഘടന നമ്മുടെ കേരളത്തെക്കാളും ഒക്കെ വളരെ ഉയരത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പണ്ടൊക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ധാരാളം പേര് ജോലി അന്വേഷിച്ച് കേരളത്തിൽ വന്നിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമില്ല. ഇവിടെ ഉള്ളവർക്കൊക്കെ ജോലിയുണ്ട്, കൃഷി ധാരാളം. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇവരുടെ ഉപജീവന മാർഗത്തെക്കുറിച്ച് പറയണം. ഇപ്പോൾ ഇവരുടെ ഉപജീവന മാർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഇവർ പൊതുവെ കൃഷിക്കാരാണ്. ഇവിടെ നമുക്ക് കാണാം ധാരാളം വയലുകളും പാടങ്ങളും ഒക്കെ ചുറ്റും കാണാം. ഇവിടെയൊക്കെ ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ആടുമാട് വളർത്തലും ഇവരുടെ മറ്റൊരു ഉപജീവന മാർഗ്ഗമാണ്. അത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. നമ്മളിതായിരിക്കുന്ന ഇവിടെ ഈ ആൽമര ചൂണ്ടിൽ തന്നെ ധാരാളം പശുക്കളൊക്കെ ഇങ്ങനെ കിടക്കുന്നു. മാത്രമല്ല നമ്മൾ നടന്നപ്പോൾ വീടുകളുടെ ഓരത്തൊക്കെ പല ഭാഗങ്ങളിൽ ആടിനെ മാടിനെ കെട്ടാനുള്ള സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വീടിനോട് ചേർന്നാണ്, വീടിന് മുൻവശത്താണ്. അതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. പിന്നെ സാധാരണക്കാർ, കൃഷിഭൂമിയൊന്നും അധികമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കൂലിവേല എടുത്താണ് ജീവിക്കുന്നത്. ഗ്രാമത്തിന് വെളിയിൽ പോയിട്ട്. അപ്പോൾ അതാണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഈ ഗ്രാമവാസികളുടെ ഒരു പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇവിടുത്തെ ഒരു മരണാനന്തര ചടങ്ങുകളാണ്. മരണാനന്തര ചടങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ സംസ്കാരം ചെയ്യണമെങ്കിൽ ഒരിക്കലും മരണപ്പെട്ട ആളെ ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെ ഒരിക്കലും അടക്കം ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകില്ല. അതായത് അവർ ഗ്രാമത്തിൻ്റെ വെളിയിലൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെയാണ്
അവരെ അങ്ങ് കൊണ്ടുപോകുന്നത്. ഗ്രാമത്തിന്റെ, അതായത് ഈ പ്രധാന പാതയിലൂടെ അല്ല കൊണ്ടുപോകും. അല്ലല്ല, അതായത് ഗ്രാമത്തിന്റെ ഉള്ളിലൂടെ അവർ കൊണ്ടുവരികയല്ല. അതായത് ചെരുപ്പിട്ടുകൊണ്ട് വരുന്ന ഭാഗങ്ങളിലൊന്നും അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തൂടെ ഒന്നും അവർ മരണപ്പെട്ട ആൾക്കാരെ കൊണ്ടുവരാറില്ല. ഗ്രാമത്തിന് വെളിയിൽ അതിനു വേണ്ടി ഒരു വഴിയുണ്ട്, അതിലൂടെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പിന്നെ തമിഴ്നാട്ടിൽ പൊതുവെ ഈ ആൾക്കാർ മരണപ്പെട്ടാൽ അവർ വളരെ ആഘോഷപൂർവ്വം കൊണ്ടുപോകുന്നൊരു സംഗതി ഉണ്ടാകും, ഡാൻസ് ചെയ്യും, പാടും. അത് ഇവിടെ ഉള്ളതായിട്ട് അറിയാമോ? നമ്മൾ അതും ചോദിച്ചു, അയ്യാട് ചോദിച്ചപ്പോൾ അയ്യാ പറഞ്ഞത് അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. ഇല്ല, അവർ വളരെ ശാന്തമായിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് പുറമെ ബാഹ്യമായിട്ടുള്ള ഒരു സ്വാധീനം ഇവിടുത്തെ ആചാരങ്ങളിൽ ഉണ്ടായിട്ടില്ല. അവര് നൂറ്റാണ്ടുകളായിട്ട് പിന്തുടരുന്ന ആചാരങ്ങൾ തന്നെയാണ് ഇപ്പോഴും അവർ പാലിച്ചു വരുന്നത് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ സാറേ. ഈ ഒരു ഗ്രാമത്തിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ മാസവരി കെട്ടണം എന്നുള്ള ഒരു സമ്പ്രദായമുണ്ട്. അത് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിങ്ങനെ മാസവരി കെട്ടുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതിനുവേണ്ടി ഒരു ബുക്കൊക്കെ ഉണ്ട്. ആ ബുക്കിൽ എഴുതി വെക്കും എത്രയാണ് കിട്ടിയിരിക്കുന്നുള്ള കണക്കൊക്കെ. അയ്യ വണക്കയ്യ, ஐயா பேர் பழனிசாமி. இங்கே தான் இந்த ஊர் தான். எங்கே யாருமே வந்து செருப்பு போடாது, ஏன் அந்த மாதிரி ஒரு இது? அப்போ இந்த ஆல்மரம் தாண்டி போனதுக்கப்புறம் செருப்பு கையில் எடுத்துட்டு நடந்து போயிடணும், அந்த மாதிரி தான். இங்கே ஒரு சிஸ்டம் இருக்குது. இறந்துருந்தாலும் ஒரு குடும்பத்துக்கு எங்கள் வீட்டில் 4 குடும்பம் இருக்குது, 120 ரூபா கொடுப்போம். ஓ, வரி கொடுக்கணும். ஆமாம், ஒரு 8,000 ரூபா சேரும். ஓஹோ. அதை வச்சு பாப்பார படை இப்படி கட்டாங்களா, அதை கட்டி தான் தூட்டி போகணும். കൊട്ട് മലമല ഇല്ല, ഒന്നുമില്ല. എങ്കിൽ അങ്ങനെ കുറച്ച് വ്യത്യസ്തമായ ആചാരങ്ങളും വിചിത്രമായ ആചാരങ്ങളൊക്കെ ഇപ്പോഴും നിലവിലുള്ള അതെ നിലകൊണ്ട് പോകുന്ന ഒരു ഗ്രാമമാണ് നമ്മളിപ്പം എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എത്രയോ പേര് ഈ ഗ്രാമത്തിന്റെ കവാടത്തിൽ എത്തുമ്പോൾ അവരവിടെ നിൽക്കുകയും ചെരുപ്പൂരി കൈ പിടിക്കുകയും അതുകൊണ്ട് നടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ ചെരുപ്പിട്ട് വരുന്നവരിതാ ഇവിടെ നമ്മുടെ മുന്നിൽ വന്ന് നിലത്ത് ചെരുപ്പിട്ടിട്ട് വീണ്ടും നടന്നു പോകുന്നത് നമ്മൾ കാണാം. അതാണ് ഈ ഒരു ഗ്രാമത്തിന്റെ പ്രത്യേകത. അഥവാ ഈ ഗ്രാമവാസികൾ ഈ ഗ്രാമത്തിലൂടെ ചെരുപ്പിട്ട് നടക്കുകയാണെങ്കിൽ രോഗങ്ങളൊക്കെ വന്ന് മരണപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള ഒരു ആചാരമായിട്ട് തോന്നാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വൈവിധ്യമാണ്. ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരുപാട് വിശ്വാസങ്ങളും ഒക്കെ പേറി ജീവിക്കുന്ന ഒരു വലിയ ജനസമൂഹമാണ് നമ്മുടെ ഭാരതം എന്നുള്ളത്. അത്രയും ഒരു വൈവിധ്യമാർന്ന ഒരു ദേശത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ആചാരമൊന്നും നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഒരു ആശ്ചര്യപ്പെടുത്തുന്നതോ അത്ഭുതപ്പെടുത്തുന്നതോ ഒന്നും ആയിരിക്കില്ല. എന്നാലും കേരളത്തിലുള്ള നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു ആചാരമായിട്ട് നമുക്ക് തോന്നാം. അപ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണെന്നാണല്ലോ നമ്മുടെ ഒരു അഹങ്കാരം. അപ്പോൾ ഒരു അഹങ്കാരം വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ഇതൊരു ആശ്ചര്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു ആചാരമായിട്ട് തോന്നിയേക്കാം. ഇന്നത്തെ കാലത്തും ചെരുപ്പിടാതെ ഗ്രാമങ്ങളിലൂടെ നടക്കുക എന്നുള്ള ഒരു ചിന്തകൾ നമ്മുടെ ഇതിലേക്ക് വരുമല്ലോ. അതെ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ മിത്തായിട്ടൊക്കെ ചിലപ്പോൾ ആൾക്കാർ സങ്കല്പിച്ചേക്കാം. പക്ഷേ ഇതിനൊരു ചരിത്രമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ കഴിഞ്ഞ വർഷം അല്ലെ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഒന്നല്ല ഇവിടെ ചെരുപ്പിടാതെ ഇവർ നടക്കുന്നത്. ഇതിപ്പോ നൂറ്റാണ്ടുകളായിട്ട് ഗ്രാമ പഴക്കമാണ് ഇങ്ങനെ ചെരുപ്പിടാതെ നടക്കുക എന്നുള്ളത്. അതെ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് സാറേ, എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ രാഷ്ട്രീയമില്ല. ശരിയാണ്. നമ്മൾ ഇവിടെ വന്നപ്പോഴേ ഇലക്ഷൻ കഴിഞ്ഞ സ്ഥലമാണല്ലോ, ഇവിടെ ഒരിടത്തും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പോസ്റ്ററോ ഒരു കൊടിയോ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അതാണ് കാരണം അല്ലേ? ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. വിജയുടെ നമ്മുടെ അണ്ണൻ വിജയുടെ പോസ്റ്റർ ഒന്നും കാണുന്നില്ല. അണ്ണൻ മാത്രമല്ല, ഒരു പാർട്ടിയുടെയും DMKയുടെയോ ADMKയുടെയോ BJPയുടെയോ മറ്റു ഒരു പാർട്ടിയുടെയും കൊടികൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല, പോസ്റ്ററുകൾ കാണാൻ കഴിയില്ല. അതാണ് ഈ ഒരു ഗ്രാമത്തിന്റെ മറ്റൊരു പ്രത്യേകത. വേറൊരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ പറയാം. സാധാരണ നമ്മൾ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ചായക്കടയൊക്കെ കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ വളരെ ഭംഗിയാർന്ന ചായക്കടകളായിരിക്കും. എന്ന് വെച്ചാൽ അത് വളരെ പഴമയുടെ ഒരു സൗകുമാര്യം പേറുന്ന ചായക്കടകളൊക്കെ ആയിരിക്കും. ഓലയൊക്കെ മേഞ്ഞ് മൺചുവരുകളൊക്കെ ആയിട്ട് ചെറിയ ബെഞ്ചൊക്കെ ഇട്ട് തമിഴ്നാട്ടിലെ ഗ്രാമവാസികൾ അല്ലെങ്കിൽ കൃഷിഭവന്മാരൊക്കെ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്ന കാഴ്ചകൾ നമുക്ക് സാധാരണ തമിഴ് ഗ്രാമങ്ങളിൽ നമ്മൾ പോകുമ്പോൾ കാണാറുണ്ട്. പക്ഷേ ഇവിടെ ചായ കുടിക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചോളാം ഒരു ചായയെങ്കിലും കുടിക്കാം. ഉച്ചക്കത്തെ ഭക്ഷണം നമ്മൾ കഴിക്കാറില്ല, കാരണം ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ ഹോട്ടലുകൾ ഉണ്ടാകില്ല. വണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ കുടിക്കാം. അത് മാത്രമേ നടക്കുള്ളൂ. അങ്ങനെ എന്തായാലും ഒരു പ്രത്യേകത ഈ ഒരു ഗ്രാമത്തിനുണ്ട്. ഒരു ചായക്കട നമുക്ക് ഈ ഒരു ഗ്രാമത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അതിനും ഒരു കാരണം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതായത് ഇവിടുത്തെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഗ്രാമത്തിലെ പുരുഷന്മാര് പുറത്തു പോയിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു ചായക്കട ഇടേണ്ട എന്നുള്ള ഒരു നിയമാവലി ഇവരിവിടെ വെച്ചിട്ടുണ്ട്. അതായത്
ഇവർ ഗ്രാമത്തിന് വെളിയിൽ പോകുന്ന കൃഷിക്ക് പോവുകയാണെങ്കിൽ ആ കൃഷിയിടത്ത് നിന്ന് വൈകിട്ടേ തിരിച്ചെത്താവുള്ളൂ. ഉച്ചയ്ക്കൊന്നും വരേണ്ട കാര്യമില്ല. അപ്പോൾ അവർ ഭക്ഷണം കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അവിടെ പോയിട്ട് ഭക്ഷണം കൊണ്ടുപോയിട്ട് കൃഷി നടക്കുന്ന സ്ഥലത്ത് കൃഷി ചെയ്തിട്ട് തിരിച്ച് വൈകിട്ടേ അവർ തിരിച്ചു വരുള്ളൂ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനൊന്നും വരില്ല. അപ്പോൾ മിക്കവാറും അവർ വീട്ടിൽ നിന്നുള്ള ആഹാരം കഴിക്കുന്നവരായിരിക്കും ഗ്രാമവാസികൾ. പിന്നെ ഈ ആൻഡമാൻ എന്ന പേര് സൂചിപ്പിച്ചതുപോലെ ഒരു കുഗ്രാമം അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു പട്ടിക്കാട് ഗ്രാമം ആയതുകൊണ്ട് വെളിയിൽ നിന്നുള്ള ആൾക്കാർ ഇവിടുന്ന് ഇവിടെ വരാറില്ല. അപ്പൊ ഗ്രാമവാസികൾ ഇവിടെ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ പിന്നെ അവിടെ ഒരു ചായക്കടയുടെ ആവശ്യം ആവശ്യമില്ല. എന്നാൽ പോലും നമ്മളെ കണ്ടിരിക്കുന്ന ഏതെങ്കിലും ഗ്രാമത്തിൽ ചായക്കട ഇല്ലാതായിട്ടുണ്ടോ? നമ്മൾ ഒരിക്കലെങ്കിലും ഒരു ചായയെങ്കിലും കുടിക്കാതെ പോയിട്ടുണ്ടോ ഒരു ഗ്രാമത്തിൽ പോയിട്ട്? നമ്മുടെ പല വീഡിയോകളിലും ഈ കൊച്ചു കൊച്ചു ചായക്കടകൾ കാണാറുണ്ട്. മുന്നേ ഉള്ള വീഡിയോകളിൽ നിങ്ങൾ പോയി നോക്കിയാൽ കാണാൻ പറ്റും. അത് നമ്മളെ സംബന്ധിച്ച് ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ഗ്രാമവാസികളുമായിട്ട് നമുക്കൊരു ചെറിയൊരു ഇൻ്ററാക്ഷൻ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ചായക്കടകൾ. അപ്പോൾ അവിടെ വരുമ്പോഴാണ് നമ്മൾ അവരോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതും. അപ്പോൾ നമ്മളെ കാണുമ്പോൾ നമ്മൾ ക്യാമറയും തൂക്കിയൊക്കെ ഉള്ള ഈ നടപ്പ് കാണുമ്പോൾ അവർ കൗതുകത്തോടെ നമ്മളെ നോക്കുന്നതും ഒക്കെ ആ ചായക്കടകളിൽ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. പിന്നെ ഇനി എന്തെങ്കിലും വിചിത്രമായ കാര്യങ്ങളുണ്ടോ ഇവിടെ? ഇനി വിചിത്രമായ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഇത്രയൊക്കെ തന്നെയുള്ളൂ. പക്ഷെ സാർ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ? എന്താണ്? എത്ര ധനാഢ്യനാണെങ്കിലും എത്ര പാവപ്പെട്ടവനാണെങ്കിലും ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ അവർ ചെരുപ്പ് ഊരിട്ടാ പോകുന്നത്. നമുക്ക് ചുറ്റും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം എത്ര വലിയ വലിയ മാളികൾ ഇപ്പോൾ. അപ്പോൾ അത് അവരുടെ ഒരു ഹ്യൂമിലിറ്റിയാണ് കാണിക്കുന്നത്. അതാണ്. പിന്നെ വേറൊരു കാര്യം ഇപ്പം ശ്രദ്ധിച്ചത്, ഞങ്ങൾ ഈ ഗ്രാമത്തിലൂടെ ഒന്ന് നടന്നു പോയപ്പോഴൊക്കെ ശ്രദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൻ്റെ മുഖച്ഛായ ഇങ്ങനെ മാറി വരുന്നുണ്ട്. അത് ശരിക്കും ഈ ഗ്രാമത്തിൻ്റെ സമ്പദ്ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഈ ഗ്രാമത്തിലും കാണാൻ കഴിയുന്നത്. എന്താണെന്ന് വെച്ചാൽ പഴയ കെട്ടിടങ്ങൾ പലതും പൊളിച്ചു മാറ്റി അവർ പുതുമയാർന്ന കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അതായത് ആധുനികമായ രീതിയിൽ എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമവാസികൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ള, പഴയ വീടുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉമ്മറത്ത് തിണ്ണയുണ്ട് അല്ലേ? അവർക്ക് വന്നിരുന്ന് സംസാരിക്കാനും. അത് വൈകിട്ട് സമയങ്ങളിലാണ്. ഇവർ ഈ കൃഷി ഇടങ്ങളിലൊക്കെ വന്നതിന് ശേഷം എല്ലാവരും കൂടെ ഫ്രണ്ടിൽ ഇരുന്നൊരു സംസാരമുണ്ട്. എല്ലാ വീടുകളിലും അങ്ങനെ ഒരു തിണ്ണ നമ്മളിപ്പോൾ കാണും. ഇവിടെ അത് മിക്ക ഗ്രാമങ്ങളിലും ഉണ്ട്. പഴയ വീടുകളിൽ ഇപ്പം നമ്മൾ ഓർക്കുന്നില്ലേ, നമ്മുടെ നോർത്ത് ഈസ്റ്റ് യാത്രയിൽ നമ്മൾ ഒഡീഷയിലെ ട്രൈബൽ വില്ലേജുകളിലൊക്കെ പോയപ്പോൾ മിക്ക വീടുകളിലും ഒരു തിണ്ണയും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടുത്തെ കുടിവെള്ളത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പ് ലൈനാണ് മെയിനായിട്ടും. പ്രത്യേകിച്ച് കിണറുകളൊന്നും നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വീടുകൾക്ക് മുന്നിൽ ഒരു പൈപ്പ് ലൈൻ വലിച്ചിട്ടുണ്ട്. അവിടെ ഒരു പൈപ്പ് ഉണ്ടാകും. പിന്നെ അതിനോട് ചേർന്ന് ഒന്ന് രണ്ട് പ്ലാസ്റ്റിക് കുടങ്ങൾ തമിഴ്നാട്ടിൽ ശേഖരിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഗ്രാമത്തിന്റെ ചത്തുരത്തിന്റെ അടുത്തായിട്ട് ഒരു ഓവർഹെഡ് വാട്ടർ ടാങ്ക്. അതെ. അപ്പൊ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും സമയത്തായിരിക്കും വെള്ളം വിടുക, ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്. ആ സമയത്ത് അവർ മാക്സിമം വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് അവർ ഈ പ്ലാസ്റ്റിക് കുടത്തിലാണ് നിറച്ചോണ്ട് പോകുന്നത്. ഈ പ്ലാസ്റ്റിക് കുടം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയാണ്. മിക്ക വീടുകളിൽ ഒരു പച്ചയും ചുവപ്പും വെച്ച് ഫ്ലൂറസൻ കളറിലുള്ള പ്ലാസ്റ്റിക് കുടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഒരു ഗ്രാമ അന്തരീക്ഷമാണ് ഇവിടെ. കുറച്ച് ഉള്ളിലായതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാമത്തിന്റെ ഭംഗി നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഈ മലനിരകളുടെ ഭംഗിയും കൃഷിയിടങ്ങളുടെ ഭംഗിയും പച്ചപ്പും ഒക്കെ ആയിട്ടൊരു കുറച്ച് കുടുംബങ്ങൾ താമസിക്കുന്ന. നമ്മൾ കേരളത്തിൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള ഗ്രാമങ്ങളാണ്. ഗ്രാമങ്ങൾ ഉണ്ടാകാം, പാലക്കാടും അങ്ങനെയുള്ള സൈഡിൽ ഉണ്ടാകും ഉൾപ്രദേശങ്ങളിൽ. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാമപ്രദേശം കിട്ടത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ ഗ്രാമം എന്ന് പറയുമ്പോൾ ഒരു ക്ലസ്റ്റർ ആണല്ലോ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ താമസിക്കുന്ന ഒരിടമാണല്ലോ. കേരളത്തിൽ ഒരു പക്ഷെ അത് കിട്ടത്തില്ല. അപ്പം നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ തമിഴ്നാട്ടിൽ വരണം. പ്രത്യേകിച്ച് തെക്കൻ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വളരെ പച്ചപ്പുള്ള മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രദേശം കൂടിയാണ് ഈ തെക്കൻ തമിഴ്നാട്. ഇവിടെ എനിക്ക് തോന്നുന്നു ധാരാളം മഴയൊക്കെ ലഭിക്കും. അതെനിക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ പണ്ട് ഒരു വീഡിയോ എടുക്കാനായിട്ട് മധുരയിൽ വന്നപ്പോൾ ഒരു പെരുമഴ വന്നത് ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു മഴ ഞാൻ കേരളത്തിൽ പോലും കണ്ടിട്ടില്ല. എത്ര നമ്മളൊരു എന്താ കുടിക്കാൻ വേണ്ടി മധുരയിൽ എന്തായിരുന്നത് സ്പെഷ്യൽ ജിഗർദാണ്ട കുടിക്കാൻ വേണ്ടി എന്ന മോഹമായിട്ട് നമ്മൾ ഇങ്ങനെ മധുരയിലോട്ട് വന്നു. മോഹം ഉപേക്ഷിക്കേണ്ടി വന്നു. അതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. അന്നത്തെ ഒരു പെരുമഴ ഇതേപോലൊരു മഴ ഞാൻ കേരളത്തിൽ പോലും കണ്ടിട്ടില്ല. നമുക്ക് ഇന്ന് കുടിക്കണം. പുറത്തിറങ്ങാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ റോഡ് മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ ആ ഒരു മോഹം ഉപേക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അല്ലേ? ഓർമ്മയില്ല. അതൊരു വലിയ ബുദ്ധിമുട്ടായി സാറിന്. ഞാൻ ജിഗർദാണ്ട മേടിച്ചു കൊടുക്കാന്നൊക്കെ വലിയ വീരവാദങ്ങളൊക്കെ അടിച്ചിട്ട് നടക്കാതെ പോയൊരു മോഹമായിരുന്നു. ഇന്നെന്തായാലും കഴിക്കണം. ഇന്ന് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ പോയിട്ട് ഒന്ന് കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ ആൻഡമാനിലെ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും നമ്മൾ ഇങ്ങനത്തെ യാത്രകൾ ചെയ്യുമ്പോഴാണ് സാറേ പുതിയ പുതിയ കാഴ്ചകൾ കാണുകയും പുതിയ പുതിയ അറിവുകൾ, പ്രത്യേകിച്ച് ഇപ്പം ഇങ്ങനെ ഒരു ഗ്രാമം ഉണ്ടെന്ന് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. ഞാൻ പറയല്ലേ, ഈ ഗ്രാമത്തെക്കുറിച്ച് അങ്ങനെ മലയാളത്തിലൊന്നും അങ്ങനെ അധികം വീഡിയോ ആരും ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ
ഇങ്ങനെ ഒന്ന് രണ്ട് പേര് പറഞ്ഞു കേട്ടുള്ളൂ. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ മധുരയിലുണ്ട്, പ്രത്യേകിച്ച് മണിയണ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അണ്ണനാണ് ശരിക്കും ഈ ഒരു ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞു തന്നത്. അപ്പോൾ അണ്ണൻ പറഞ്ഞ പ്രകാരമാണ് നമ്മളിവിടെ ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാമത്തിൻ്റെ വിചിത്രമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. തീർച്ചയായിട്ടും. അതാണ് നമ്മൾ ഇത്രയും കഥകളൊക്കെ പറഞ്ഞെങ്കിലും സാറിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചില്ല. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ സാർ ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങൾ സാറിനോട് ചോദിക്കണം. അങ്ങനെ അമേരിക്കൻ യാത്രാ അനുഭവങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സാറേ? അമേരിക്കൻ യാത്രാനുഭവം എന്ന് പറഞ്ഞാൽ അത് ഒരു വ്യത്യസ്തമായ അനുഭവമാണ്. പ്രത്യേകിച്ച് ഞാൻ മൂന്നാമത്തെ തവണയാണ് പോയത്. എൻ്റെ പെങ്ങളും കുടുംബവും അമേരിക്കയിലാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. ഈ പ്രാവശ്യം പിന്നെ റിട്ടയർ ചെയ്ത് എനിക്ക് ഇഷ്ടംപോലെ സമയമൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു 6 മാസം തന്നെ അവിടെ പോയി നിന്ന്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുമായിട്ട് അപേക്ഷിക്കുമ്പോൾ അമേരിക്ക നമുക്കൊരു വലിയൊരു വൈവിധ്യം കാണാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ കൾച്ചർ വൈസും സംസ്കാരത്തിൻ്റെ ഒരു വൈവിധ്യം നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. അവരൊരു ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് അവിടെ ഉള്ളത്. എന്നാലും നമുക്ക് വളരെ വിശാലമായ ഒരു പ്രദേശമാണ് അമേരിക്ക. ഒരുപാട് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം ഞാൻ കുറേ യാത്ര ചെയ്ത്. അപ്പം ഞാൻ പ്രധാനമായിട്ട് താമസിച്ചത് കാലിഫോർണിയയിലാണ്. അപ്പോൾ സാൻ ഹൊസെ എന്ന് പറഞ്ഞാൽ സിലിക്കൺ വാലി, അമേരിക്കയുടെ സിലിക്കൺ വാലി. അവിടെയാണ് ലോകത്തെ പ്രധാനപ്പെട്ട എല്ലാ ടെക് കമ്പനികളുടെ ആസ്ഥാനം. അപ്പോൾ അവിടെ IT എഞ്ചിനീയേഴ്സ് ഒക്കെയാണ് ധാരാളമായിട്ടുള്ളത്. ടെക്കികളുടെ ഒരു ബുദ്ധിമാന്മാരുടെ നാടാണ്. അല്ല, അതിനകത്ത് വേറെ കാര്യമുണ്ട്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഇന്ത്യക്കാര് ധാരാളമുള്ള പ്രദേശമാണ്. പിന്നെ അമേരിക്കയിലെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ഉള്ള ഒരു പ്രദേശമാണ് കാലിഫോർണിയ. അവിടെ മഞ്ഞ് വീഴ്ചയില്ല, അങ്ങ് തീരെ എക്സ്ട്രീംസിൽ പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടുതലാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് അരിസോണയിലൊക്കെ പോയി. അരിസോണയിൽ എൻ്റെ സ്കൂളിൽ പഠിച്ച ഒരു സുഹൃത്ത് റാഫി ഉണ്ടായിരുന്നു. അപ്പോൾ റാഫിയും പിന്നെ ഒരു സുരേഷും എന്നിട്ട് ഞങ്ങൾ പിന്നെ ഗ്രാൻഡ് കാനിയണൊക്കെ കാണാൻ പോയി. അതൊരു അവിസ്മരണീയമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് ഗ്രാൻഡ് കാനിയണൊക്കെ. നമ്മുടെ നാട്ടിലും നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ യാത്രയിൽ നമ്മൾ ഗണ്ടിക്കോട്ടയൊക്കെ പോയിരുന്നു, ആന്ധ്രയിൽ. അത് മാത്രമല്ല ആന്റിലോപ്പ് കാനിയൺ എന്ന് പറഞ്ഞൊരു മനോഹരമായ പ്രദേശമുണ്ട്. അത് ഈ എറോഷൻ കാരണം സംഭവിച്ചിട്ടുള്ള പ്രകൃതിയുടെ ഒരു മഹാ അത്ഭുതമാണ്. അത് നമ്മുടെ വിൻഡോസിന്റെ സ്ക്രീനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ സ്ക്രീൻ വാൾപേപ്പർ ആയിട്ടൊക്കെ ആന്റിലോപ്പ് കാനിയന്റെ പടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പോയത് സാൻ ഫ്രാൻസിസ്കോ നഗരം കാണാനൊക്കെയാണ്. അത് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് ഒക്കെ ആണല്ലോ അതിന്റെ ഒരു ഐക്കണായിട്ട് വരുന്നത്. പിന്നെ ഒരുപാട് ചെറു നഗരങ്ങളിലൂടെയൊക്കെ പോയിട്ടുണ്ട്, സഞ്ചരിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഭക്ഷണങ്ങൾ, വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളുടെ രുചിഭേദങ്ങളൊക്കെ അറിയാൻ സാധിച്ചു. എൻ്റെ പെങ്ങളല്ലേ എടുക്കുന്നില്ല, ഫ്രീ ആയിട്ട് എത്ര എക്സ്പെൻസ് ആയാലും കുഴപ്പമില്ല. നമ്മുടെ പോക്കറ്റിൽ നിന്നല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അത് ഞാൻ മനസ്സിലാക്കാൻ ഇന്ത്യയിൽ നിന്ന് കാശുമായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ഒരിടത്തും എത്തൂല. തീർച്ചയായിട്ടും എക്സ്ചേഞ്ച് റേറ്റ് ഏതാണ്ട് 100 ആവാൻ പോകുന്നുണ്ട്. അതാണ് 100 രൂപ കൊടുത്ത ഒരു $1 കിട്ടുമെന്ന് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, കാലിഫോർണിയയുടെ ഒരു പ്രത്യേകതയാണ് റെഡ് വുഡ് ട്രീസ് എന്ന് പറഞ്ഞ്. അതെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ജയന്റ് ആയിട്ടുള്ള ഒരു ട്രീ ആണ്. അതായത് നീ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ചില മരങ്ങളുടെയൊക്കെ ആയുസ് 2000 വർഷം പഴക്കമുള്ള റെഡ് വുഡ് ട്രീസ് ഉണ്ട്. അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ, നമ്മൾ സാധാരണ മരങ്ങൾ കാണുന്നില്ലേ നമ്മുടെ നാട്ടില്, അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി വലിപ്പവും ഉയരവും ഒക്കെ ഉള്ള മരങ്ങളാണെന്നോ. ചിലയിടങ്ങളിൽ ഈ കാറൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ ഓടിച്ചു പോകുന്നുണ്ട്. അങ്ങനെയുണ്ട്. പഴക്കം ചില മരങ്ങൾക്കൊക്കെ 2000 വർഷം പഴക്കമുണ്ട്. അതായത് ക്രിസ്തു ജനിച്ചെന്ന് പറയുന്ന കാലഘട്ടമൊക്കെ ഉണ്ടല്ലോ, ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു പറയപ്പെടുന്ന മരങ്ങൾ പലതും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതൊരു മഹാ അത്ഭുതം തന്നെയാണ് കേട്ടോ മരങ്ങൾ. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണല്ലോ ഞാൻ പറഞ്ഞ പോലെ അതെ ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടുന്നത്. അതെ, അതായത് ഈ പസഫിക് ഓഷന്റെ തീരങ്ങളിൽ ഇതിന്റെ ചില റെഡ് വുഡ് ഗ്രോവ്സ് എന്ന് പറഞ്ഞുണ്ട്. അതായത് റെഡ് വുഡ് ട്രീസ് മാത്രമുള്ള ഫോറസ്റ്റ്. നമ്മളിങ്ങനെ ആകാശത്തോട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ അങ്ങ് ആകാശത്തേക്ക് അമ്പരച്ചുംബികളായിട്ട് വളർന്നിങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച, അതൊരു മഹാത്ഭുതം തന്നെയാണ്. പ്രകൃതിയുടെ അത്ഭുതം. അതൊക്കെ അങ്ങനെ കാണാനൊക്കെ ഉള്ള ഭാഗ്യം ഉണ്ടായി എനിക്ക്. അതൊക്കെയായിരുന്നു എൻ്റെ അമേരിക്കൻ ലീലാവിലാസങ്ങൾ. അങ്ങനെ സാറിന് അങ്ങനെയൊക്കെ ഭാഗ്യമുണ്ടായി. നമുക്കും ഇതുപോലെയൊക്കെ മറ്റു രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും പോകാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇപ്പം ഇരിക്കുന്നത്. അല്ല, നീ ശരിക്കും നമ്മുടെ രാജ്യം തന്നെ കണ്ട് തീരാനായിട്ട് തീരൂല നമ്മുടെ ജീവിതകാലത്ത്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹത്തിന്റെ വീഡിയോകളിൽ
അദ്ദേഹം സഞ്ചരിച്ച പോലെ ഒരു സ്ഥലങ്ങളും നമ്മളാരും സ്വപ്നത്തിൽ പോലും ഇനി ചിന്തിക്കാൻ പോലും കഴിയില്ല, സഞ്ചരിക്കാൻ പറ്റുമോ എന്ന്. അപ്പം അദ്ദേഹം ഇത്രയും രാജ്യങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹം പോലും പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യം നമ്മുടെ ഭാരതം ആണെന്നാണ്. ഇന്ത്യയിൽ കണ്ടെത്തീരാത്ത, പിന്നെ നമ്മുടെ സംസ്കാരം, നമ്മളുടെ ആചാരങ്ങൾ, നമ്മളുടെ ജീവിത രീതികൾ, ഈ പൗരാണികമായിട്ടുള്ള കെട്ടിടങ്ങൾ, ചിലതൊക്കെ മഹാത്ഭുതങ്ങളാണ്. ചില ക്ഷേത്രങ്ങൾ കണ്ട് നമ്മൾ വാ പൊളിച്ച് നിന്നിട്ടില്ല. അതാ ഞാൻ പറയാം, നമ്മുടെ പില്ലോസ് തൂണുകളുടെ അടിയിലൂടെ തോർത്തിങ്ങനെ. ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉൾവശത്ത് ഒരു ഒറ്റക്കൽ മണ്ഡപമുണ്ട്. ഒറ്റ കല്ലിൽ തീർത്തൊരു വലിയ മണ്ഡപമാണത്. പിന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു, എങ്ങനെ പാറക്കല്ല് അവിടെ എത്തിച്ചു എന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തി കളയും. പിന്നെ മാത്രമല്ല നമ്മുടെ എല്ലോറ സമാനമായിട്ട് എല്ലോറ തീർച്ചയായിട്ടും എന്തെല്ലാം കാര്യങ്ങൾ. നമ്മുടെ നോർത്ത് ഈസ്റ്റ് യാത്രയിൽ ഇവിടെ പോയില്ലേ, കൊണാർക്കില്, അതൊക്കെ കണ്ട് നമ്മൾ കണ്ണ് തള്ളി നിൽക്കുകയായിരുന്നു. അപ്പൊ അത്രയും വൈവിധ്യമാർന്ന ഒരു രാജ്യത്തിലൂടെ നീ ഇനിയും ഒരുപാട് സഞ്ചരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിദേശത്ത് പോകുന്ന കാര്യം നീ ആലോചിക്കും. അതെ സാർ അങ്ങനെയൊക്കെ പറയുന്നെങ്കിലും ഞങ്ങള് 1-2 പ്ലാനുകളൊക്കെ ഉണ്ട് കേട്ടോ, യാത്രകൾ നോക്കാം, അതൊക്കെ വഴിയെ നമുക്ക് കാണാം. എന്തായാലും നമ്മുടെ ഇന്ത്യ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. വൈവിധ്യമാർന്ന കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇതുപോലെ വിചിത്രമായ ഗ്രാമങ്ങൾ, ഗ്രാമക്കാഴ്ചകൾ, ഇതുപോലത്തെ യാത്രാനുഭവങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സാറിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഞാൻ ഇടയ്ക്ക് യൂസ് നിന്ന് വന്നിട്ടും പിന്നെ ചേരാൻ പറ്റിയില്ലല്ലോ. എനിക്ക് പേഴ്സണലായിട്ട് ഇപ്പം ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം ബാക്ക് ടു ബാക്ക് ഭയങ്കര യാത്രയായിരുന്നു. ഒന്ന് നമ്മൾ നോർത്ത് ഈസ്റ്റ് യാത്ര, അതിൽ 4 മാസം റോഡിലായിരുന്നു. അത് കഴിഞ്ഞ് 6 മാസം ഇങ്ങനെ യൂസില്ല. അപ്പോൾ സത്യം പറഞ്ഞ ഒരു റെസ്റ്റ് ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമുക്ക് തീർക്കേണ്ടതായിട്ടുണ്ട്. ഇതൊന്നും പ്രഷറോട് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അവർ പറഞ്ഞ അനിൽ സാറാ പറയുന്നത് ചോദിക്കുന്നത്. ഞാൻ പിന്നെ മെസ്സേജ് പറഞ്ഞു നമ്മൾ വഴക്കിട്ട് പിരിയുന്നൊക്കെ ആൾക്കാർ വിചാരിച്ചു. അല്ല, അങ്ങനെ ആരും പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ ഇനിയും നമ്മുടെ സാറുമായിട്ടുള്ള യാത്രകൾ അങ്ങനെ മുന്നേറാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യപടി എന്ന നിലയിലാണ് ആദ്യത്തെ തമിഴ് ഗ്രാമത്തിലേക്ക് ആൻഡമാൻ യാത്ര നമ്മുടെ ആൻഡമാൻ ദ്വീപല്ല, അത് തന്നെ ആൻഡമാൻ ഗ്രാമത്തിലെ യാത്ര. അതെ. അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് തുടർന്നും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ നിന്ന് നമ്മൾ പിന്നെയും തുടരുകയാണ്. അങ്ങനെ ആൻഡമാൻ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മധുര ടൗണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി മധുര പട്ടണത്തിലൂടെ ഒരു കറക്കമാണ്. എന്താണ് ഉദ്ദേശം? ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സാധിക്കാതെ പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളുടെ ആഗ്രഹങ്ങൾ പോലെ ചെറിയ ആഗ്രഹങ്ങൾ. അതിൽ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് ഒന്ന്, കുറച്ച് ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാനുണ്ട്. അതിൽ ബൺ പൊറോട്ട ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട്. മധുരയിലാണ് ശരിക്കും അതിൻ്റെ ഒരു ബൺ പൊറോട്ട ഉത്ഭവിക്കുന്നത് മധുരയാണ്. അതിൻ്റെ ആ ഒരു തുടക്കം ഇവിടെ നിന്നാണ്. അവിടെ നിന്ന് ബൺ പൊറോട്ട കഴിക്കണം. അതിലൂടെ കുറച്ച് ഗ്രേവിയും എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. അതിൻ്റെ കുളമ്പെന്നാണല്ലോ ഇവിടെ പറയാം, കുളമ്പ്. അപ്പോൾ അതൊക്കെ കിട്ടും, അതൊന്ന് കഴിക്കണമെന്നുണ്ട്. പിന്നെ അടുത്തൊരു ഭക്ഷണശാല എന്ന് പറയുന്നതാണ് മുരുകൻ ഇഡ്ഡലി ഷോപ്പ്. മുരുകൻ ഇഡ്ഡലി എന്ന് തന്നെ പറയുമ്പോൾ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാം, ഇഡ്ഡലിയാണ് അവിടുത്തെ ഫേമസ് ബ്രാൻഡാണ് മുരുകൻ ഇഡ്ഡലി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുടെ ഇഡ്ഡലി ഞാൻ കഴിച്ചിട്ടുണ്ട്. സാർ കഴിച്ചിട്ടില്ല? ഇവിടുന്ന് കേൾക്കുന്ന തന്നെ അല്ലേ. അപ്പം മുരുകൻ ഇഡ്ഡലി ഷോപ്പിൽ പോയിട്ട് ഇഡ്ഡലി ഒന്ന് ടേസ്റ്റ് ചെയ്യണം. ഇതെല്ലാം കൂടെ വയറിൽ കൊള്ളുമോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. ഒറ്റ ദിവസമേ ഉള്ളൂ. ഇനി അവസാനത്തെ എന്ന് പറയുന്നത് ജിഗർദാണ്ട. ഒരു മഴക്കാലത്ത് നടക്കാതെ പോയ സ്വപ്നം, പെരുമഴക്കാലത്ത് നമ്മളിവിടെ വന്നപ്പോൾ നടക്കാതെ പോയ കാഴ്ച. ഇറങ്ങാൻ പറ്റിയില്ല, വെള്ളം കാരണം. നമ്മൾ കഴിക്കാൻ വേണ്ടി മാത്രം മധുര ടൗണിലേക്ക് വന്നതാ. നമ്മൾ ഹൈവേ കൂടെ പോയാൽ നമ്മൾ ജിഗർദാണ്ട് കഴിക്കാന്ന് പറഞ്ഞ സാറിനെ കൊണ്ട് ആശിപ്പിച്ചിട്ട് ഞാൻ ഇവിടെ ടൗണിൽ കൂടെ കഴിഞ്ഞപ്പോൾ പേരും മഴ. അയ്യോ, സത്യം പറഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല അല്ലേ. ഞാൻ ഓർത്ത് വണ്ടി വെള്ളം കയറും, പേടിച്ചാ പോകുന്നു, അത്രയും വെള്ളം. പിന്നെ എനിക്ക് മധുര ജിഗർദാണ്ട കഴിക്കാൻ പറ്റും. ഇതൊക്കെ കിട്ടുമായിരിക്കും പ്രതീക്ഷിക്കാം. വെറുതെ നീ മോഹിപ്പിച്ചിട്ട് മോഹവാഗ്ദാനങ്ങളാണ്, നിരാശപ്പെടുത്തു. അതെ. അതിന് മുന്നേ നമ്മൾ ഇവിടം വരെ വന്നല്ലേ, മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കൂടി കണ്ടതിന് ശേഷം നമുക്ക് ഒന്ന് ഇരുട്ടുമ്പോഴത്തേനും അപ്പോഴാണ് കടകളൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് വരിക. അപ്പോൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിലൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഭക്ഷണം കഴിച്ച് ഇന്നത്തെ കലാപരിപാടികൾ അവസാനിപ്പിക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് മധുരയിലെ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇനി ഇവിടെ നിന്നൊരു ഓട്ടോ പിടിച്ചിട്ട് വേണം നമുക്ക് സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട്. നമുക്കങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് വാഹനം പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ചെറിയ കടകളൊക്കെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെയൊന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ അവിടെയാണെങ്കിലും വാഹനം പാർക്ക് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്.
അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ റെയിൽവേയിൽ ഒന്നെങ്കിൽ യൂബറോ അല്ലെങ്കിൽ ഓട്ടോ ഒക്കെ പിടിച്ച് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ യൂബർ ഓട്ടോറിക്ഷ പിടിച്ച് മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. 100 രൂപയാണ് ഓട്ടോ കൂലിയായത്. ഇവിടെ ചെറിയ ഓട്ടങ്ങൾക്ക് പോലും ഇവർ 100 രൂപ വാങ്ങിക്കും. 1 കിലോമീറ്റർ പോയാലും 1/2 കിലോമീറ്റർ പോയാലും സഫാരി നടത്തണമെങ്കിൽ 100 രൂപ അവർ വാങ്ങിക്കും. അത് കോയമ്പത്തൂർ പോയാലും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ മിനിമം അവർക്ക് 100 രൂപ കിട്ടണം. ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ. യൂബർ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണിക്കുന്നത് ചിലപ്പം 80 രൂപ അല്ലെങ്കിൽ 68 രൂപ 78 രൂപ എന്നൊക്കെ ആണെങ്കിൽ പോലും മിനിമം അവർക്ക് 100 രൂപ കിട്ടണം. നമ്മൾ കംപ്ലൈൻ്റ് ഒക്കെ കൊടുക്കാൻ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ വെറുതെ നമ്മുടെ സമയം കളയാന്നുള്ളൂ. ഓട്ടോക്കാർ വന്നിട്ട് പറയും, സാറേ യൂബറിൽ എത്രയാണ് കാണിക്കുന്നത്, പക്ഷേ നല്ല ബ്ലോക്കാണ്, നിങ്ങൾക്ക് 100 രൂപ തരുവാണെങ്കിൽ ഞാൻ കൊണ്ടുവിടാമെന്ന് പറയും. ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ഓട്ടോ പിടിച്ച് പൊക്കോളം പറയും. നമ്മളങ്ങനെ 1-2 പ്രാവശ്യം യൂബർ ബുക്ക് ചെയ്തിട്ട് സെയിം അനുഭവം ഉണ്ടായി. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമ്മുടെ സമയം വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് അടുത്ത തവണ ബുക്ക് ചെയ്തപ്പോഴത്തേനും 100 രൂപ കൊടുത്ത് നമ്മൾ നേരെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത്. എന്തായാലും നമ്മളങ്ങനെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിന് പ്രധാനമായിട്ടും 4 ഗോപുരങ്ങളാണുള്ളത്. അതിൽ ഒരു ഗോപുരത്തിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രവും ദ്രാവിഡ വാസ്തുവിദ്യയുടെ അതുല്യമായ മഹിടോദാഹരണമാണ്. മധുര നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന ഈ മഹാക്ഷേത്രം വർണ്ണശബളമായ ഗോപുരങ്ങളാലും ആയിരക്കണക്കിന് വ്യത്യസ്ത ശില്പങ്ങളാലും ലോകമെമ്പാടുമുള്ള സന്ദർശകരെ വിസ്മയിപ്പിക്കുന്നതാണ്. ഓരോ ഗോപുരവും ദേവീദേവന്മാരുടെ ശില്പങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഒരു കലാഗ്രന്ഥം പോലെയാണ്. ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുമ്പോൾ ഭക്തിയുടെയും ശാന്തതയുടെയും ഒരു ദിവ്യ അനുഭൂതി മനസ്സിന് നൽകുന്നു. വിശാലമായ മണ്ഡപങ്ങളും തൂണുകളിൽ കൊത്തിയ അതിസൂക്ഷ്മ ശില്പങ്ങളും സ്വർണ്ണ താമരക്കുളവും ഈ ക്ഷേത്രത്തിന്റെ ആത്മീയവും കലാപരവുമായ മഹത്വം കൂടുതൽ ഉയർത്തിക്കാട്ടുന്നു. ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള തെരുവുകൾ മധുരയുടെ സാംസ്കാരിക ജീവിതത്തിന്റെ നിറപ്പകിട്ടാർന്ന ചിത്രമാണ്. പൂമാലകളുടെ സുഗന്ധവും ധൂപത്തിന്റെ മണവും നിറഞ്ഞ വഴികളിൽ പരമ്പരാഗതമായ പട്ടുസാരികൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, പിച്ചള ശില്പങ്ങൾ, അങ്ങനെ പലതരം കച്ചവടങ്ങൾ വിൽക്കുന്ന കടകൾ ഈ ക്ഷേത്രത്തിനു ചുറ്റും നമുക്ക് കാണാൻ കഴിയും. പ്രധാനമായിട്ടും ക്ഷേത്രത്തിനോട് ചേർന്ന് പൂക്കളും അതോടൊപ്പം തന്നെ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളുമാണ് കൂടുതൽ. ക്ഷേത്രത്തിന്റെ ഓരോ ഗോപുരത്തിന്റെ മുൻപിലും ഭക്തജനങ്ങളുടെ നല്ല തിരക്ക് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കച്ചവടക്കാരെല്ലാം സാധനങ്ങൾ വിൽക്കുന്നതിന്റെ തിരക്കിലുമാണ്. കുറേ ആൾക്കാർ ഭക്തജനങ്ങൾ വരുന്ന സമയത്ത് അവരോടൊപ്പം കൂടെ നടന്ന് മാലകളും പൂക്കളും വിൽക്കുന്ന കാഴ്ചകൾ കാണാം. മാത്രമല്ല സ്വന്തമായിട്ട് കടയില്ലാത്തവർ വഴിയോര കച്ചവടങ്ങൾ നടത്തിയും കച്ചവടങ്ങൾ നടത്തുന്നത് കാണാൻ കഴിഞ്ഞു. പകലിന്റെ വെളിച്ചത്തിലും രാത്രിയിലെ ദീപാലങ്കാരത്തിലും ഒരുപോലെ മനോഹരമായി തിളങ്ങുന്ന മീനാക്ഷി ക്ഷേത്രം വിശ്വാസത്തിൻ്റെയും കലാപാരമ്പര്യത്തിൻ്റെയും തമിഴ് സംസ്കാരത്തിൻ്റെയും സമൃദ്ധിയുടെയും ജീവിക്കുന്ന പ്രതീകമായി ഇന്നും അഭിമാനത്തോടെ നിലകൊള്ളുന്നു. ഇവിടെ എത്തുന്ന ഓരോ ഭക്തജനങ്ങളും ചരിത്രത്തിൻ്റെയും ആത്മീയതയുടെയും സൗന്ദര്യത്തിൻ്റെയും അപൂർവ സംഗമമാണ് അനുഭവിക്കുന്നത്. മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഭക്തിയും ശാന്തതയും നിറഞ്ഞ ഒരു ലോകമാണ് നമ്മെ വരവേൽക്കുന്നത്. വിശാലമായ കൽമണ്ഡപങ്ങളും മനോഹരമായ കൽത്തൂണുകളും ക്ഷേത്രത്തിന്റെ ശില്പവൈഭവം വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് പ്രശസ്തമായ 1000 കാൽ മണ്ഡപം സന്ദർശകരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. ഓരോ കൽത്തൂണിലും ദേവീദേവന്മാരുടെയും പുരാണ കഥകളുടെയും വിവിധ രൂപങ്ങൾ അതിസൂക്ഷ്മമായി കൊത്തിവെച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൃഷ്ടിച്ച ഈ ശില്പങ്ങൾ ഇന്നും അതിൻ്റെ ഭംഗിയും കൃത്യതയും നിലനിർത്തുന്നു. സ്വർണ്ണ താമരക്കുളവും ദേവി മീനാക്ഷിയുടെയും ഭഗവാൻ സുന്ദരേശ്വരൻ്റെയും സന്നിധികളും ചേർന്ന് ക്ഷേത്രത്തിന് കൂടുതൽ ആത്മീയത പകരുന്നു. കലയും ചരിത്രവും വിശ്വാസവും ഒത്തുചേരുന്ന ഈ ക്ഷേത്രം ഓരോ സന്ദർശകനും മറക്കാനാവാത്ത ഒരു അനുഭവം സമ്മാനിക്കുന്ന ദക്ഷിണേന്ത്യയുടെ മഹത്തായ പൈതൃക സ്മാരകമാണ്. അങ്ങനെ നമ്മൾ മധുര മീനാക്ഷി കോവിലിൻ്റെ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ അടുത്ത ഓട്ടോയിലുള്ള യാത്ര ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള മായാണ്ടി റെസ്റ്റോറൻറ്റ് തേടിയാണ്. ഇവിടെ മട്ടൻ്റെ ഒട്ടുമിക്ക വിഭവങ്ങളും കിട്ടുന്ന കടയാണ്. മാത്രമല്ല മധുരയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള ഒരു റെസ്റ്റോറൻറ്റ് കൂടിയാണ്. അങ്ങനെ എന്തായാലും മായാണ്ടി റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ബൺ പൊറോട്ടയും ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ള കരിദോശയുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ ധാരാളം ആൾക്കാർ പാഴ്സൽ വാങ്ങിക്കാൻ നിൽക്കുന്നതും ക്യൂ നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല കുറേ ആൾക്കാർ
ടേബിളുകളിൽ ഭക്ഷണത്തിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത്യാവശ്യം മധുരയിലെ തിരക്കുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണെന്നുള്ളത്. ഇനി ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള കരിദോശയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആടിനെയും പശുവിനെയും ഒക്കെ മേച്ച് നടക്കുന്ന കോണാർ സമുദായത്തിൻ്റെ തനത് ഭക്ഷണങ്ങളിൽ ഒന്നാണ് ഈ കരിദോശ. ഇനി ഇതിൻ്റെ പാചകരീതി എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്ലെയിൻ ദോശയുടെ മുകളിലേക്ക് ആദ്യമേ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കും. പിന്നീട് അതിൻ്റെ മുകളിലേക്ക് എരിവുള്ള മട്ടൻ കീമ ഒഴിച്ചാണ് ഈ ഒരു ദോശ ഉണ്ടാക്കുന്നത്. നല്ല കട്ടിയാണ് ഈ ദോശയ്ക്ക്. നമ്മൾ സാധാരണ കഴിക്കുന്ന ദോശയുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഗ്രേവി ആയിട്ട് കിട്ടുന്നത് ചട്നിയും മട്ടൻ ഗ്രേവിയുമാണ്. ഒരെണ്ണം വാങ്ങിച്ചാൽ തന്നെ അത്യാവശ്യം 2 പേർക്ക് കഴിക്കാനുണ്ട്. എന്തായാലും ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള മട്ടൻ കരിദോശയും ബൺ പൊറോട്ടയും കൂട്ടത്തിൽ മട്ടൻ്റെ സ്പെഷ്യലായിട്ടുള്ള മട്ടൻ ചുക്കയും നമ്മൾ വാങ്ങിച്ചിരിക്കുകയാണ്. ഇനി ബൺ പൊറോട്ടയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. മാത്രമല്ല ഇതിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു ഗ്രേവിയും പിന്നെ നമ്മൾ വാങ്ങിച്ച മട്ടൻ ചുക്കയുമായിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള ഗ്രേവികൾക്ക് അല്പം എരിവ് കൂടുതലാണ്. എല്ലാവർക്കും ഈ ഒരു ടേസ്റ്റും ഇതും ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ. പിന്നെ മധുര വരുന്ന സമയത്ത് ഇതിൻ്റെ രുചി അറിയാനായിട്ട് ഒരു പ്രാവശ്യം പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അങ്ങനെ എന്തായാലും നമ്മൾ മായാണ്ടി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അടുത്ത നമ്മുടെ യാത്ര എന്ന് പറയുന്നത് മധുരയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫേമസ് ജിഗർദാണ്ട ഷോപ്പിലേക്കാണ്. മധുരയുടെ സവിശേഷ പാനീയങ്ങളിലൊന്നായ ജിഗർദാണ്ട തമിഴ്നാടിൻ്റെ ഭക്ഷ്യ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രശസ്ത ശീതള പാനീയമാണ്. ജിഗർ എന്നത് ഹൃദയമെന്നും തണ്ട എന്നത് തണുപ്പുമെന്നാണ് അർത്ഥമാക്കുന്നത്. ഹൃദയത്തെ തണുപ്പിക്കുന്ന പാനീയമെന്ന ആശയത്തിലാണ് ഇതിൻ്റെ പേര് വന്നതെന്ന് പറയപ്പെടുന്നു. പാൽ, ബദാം, പിസ്ത, നന്നാരി സിറപ്പ്, ഐസ്ക്രീം എന്നിവ ചേർത്താണ് ഇത് സാധാരണയായി തയ്യാറാക്കുന്നത്. വേനൽക്കാലത്ത് ശരീരത്തിന് ഉന്മേഷവും തണുപ്പും നൽകുന്ന ഈ പാനീയം മധുരയിലെ തെരുവു ഭക്ഷണ സംസ്കാരത്തിൻ്റെ അഭിമാനമായി കണക്കാക്കപ്പെടുന്നു. അതിൻ്റെ മധുരമുള്ള രുചിയും പ്രത്യേക ഘടകങ്ങളുടെ സമന്വയവും കാരണം ഇന്ന് തമിഴ്നാട്ടിലുടനീളം മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ജിഗർദാണ്ടയ്ക്ക് വലിയ ജനപ്രീതി ലഭിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഫേമസ് ജിഗർദാണ്ട എന്ന ഷോപ്പ് 1977 ഷെയ്ഖ് മീരാൻ ആരംഭിച്ച ഈ സംരംഭം ഇന്ന് മധുരയുടെ ഭക്ഷ്യ സംസ്കാരത്തിൻ്റെ ഒരു പ്രതീകമായി മാറിയിട്ടുണ്ട്. ഫേമസ് ജിഗർദാണ്ട കടയുടെ പ്രത്യേകത അതിൻ്റെ പരമ്പരാഗത തയ്യാറാക്കൽ രീതിയും സമൃദ്ധമായ രുചിയുമാണ്. മധുര സന്ദർശിക്കുന്ന ഓരോ വിനോദസഞ്ചാരികൾക്കും ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കാവുന്ന പാനീയങ്ങളിലൊന്നാണ് മധുരൈ ഫേമസ് ജിഗർദാണ്ട. തമിഴ്നാട്ടിലും മറ്റു നഗരങ്ങളിലുമായിട്ട് ധാരാളം ശാഖകൾ പ്രവർത്തിച്ചു വരുന്നുണ്ടെങ്കിലും മധുരയിലെ യഥാർത്ഥ കടയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രശസ്തി ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ എന്തായാലും മധുര ടൗണിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കണ്ടു. പ്രത്യേകിച്ച് നമ്മൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയി. അവിടെ നിന്ന് നമ്മൾ പിന്നീട് ഭക്ഷണം കഴിക്കാനായിട്ട് പല സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഓരോ സ്ഥലങ്ങളിൽ പോയി നമ്മൾ പറഞ്ഞതുപോലെയൊക്കെ ഭക്ഷണം കഴിച്ചു. ഇതിലൊരു കാര്യം മാത്രം നമ്മൾ നടന്നില്ല. ഞാൻ പറഞ്ഞിരുന്നു, മുരുകൻ ഇഡ്ഡലി ഷോപ്പിൽ പോകാനായിട്ട് നമുക്ക് സാധിച്ചില്ല. അതിനുള്ള പ്രധാന കാരണം വയറിലിടമില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ആവേശത്തിൻ്റെ പുറത്ത് അങ്ങനെ പറഞ്ഞെങ്കിലും അത് മാത്രമല്ല നമ്മൾ ഉച്ചയ്ക്ക് ആഹാരമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് കാരണം വയറിൽ ഗ്യാസ് ഒക്കെ കയറി. അപ്പൊ വയറിന്റെ കപ്പാസിറ്റി ഒക്കെ കുറഞ്ഞു പോയി. ആവേശത്തിന്റെ പുറത്ത് അങ്ങനെ പറഞ്ഞെങ്കിലും പെട്ടെന്ന് കഴിച്ചു പോകാന്ന് പറയുന്നത് അത്ര ഈസി അല്ല എന്നുള്ളത്. പക്ഷെ വരുന്ന വഴി നമ്മൾ ആ മുരുകൻ ഇഡലി ഷോപ്പ് കണ്ടു. പക്ഷേ സാറിന് ഈ പ്രാവശ്യം യോഗമില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കണമല്ലോ. അതെ, എന്നാലും ഇനി അടുത്ത തവണ വരാം. തീർച്ചയായിട്ടും. അപ്പൊ അടുത്ത തവണ വരണമെങ്കിൽ എന്തെങ്കിലും ബാക്കി വെക്കണം. അപ്പൊ എന്തായാലും അടുത്ത തവണ നമ്മൾ മധുര ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാഴ്ചകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും മുരുകൻ ഇഡ്ഡലി ഷോപ്പിൽ പോയിട്ട് ഇഡ്ഡലിയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതായിരിക്കും. എന്തായാലും ഇന്ന് ഇതുകൊണ്ട് സംതൃപ്തിപ്പെടുക, അതേ മാറുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യാത്രയും ഇന്നത്തെ നമ്മുടെ യാത്രാ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മനോഹരമായ മറ്റ് കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ അവർക്കും ബൈ. യെസ്, ബൈ.